കേരള രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തിനെതിരെ പടയൊരുക്കം ശക്തമാക്കി UDF നയിക്കുന്ന പുതുയുഗ യാത്ര കോഴിക്കോട് ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങി. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന ജനമഹാസഭയിൽ പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആനടിച്ചത്. പിണറായി സർക്കാർ പരാജയപ്പെട്ട ഓരോ മേഖലയിലും ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താനുള്ള സ്വപ്നതുല്യമായ പദ്ധതികളുമായാണ് UDF അധികാരത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വെറും രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം കേരളത്തിന്റെ ഭാവി മാറ്റിമറിക്കുന്ന സമഗ്രമായ വികസന രേഖയാണ് UDF തയ്യാറാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുയുഗയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴും കേരളത്തിനായുള്ള സമഗ്ര വികസന പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. നിലവിലെ സർക്കാർ വരുത്തിവെച്ച സാമ്പത്തിക തകർച്ചയിൽ നിന്നും ഭരണസ്തംഭനത്തിൽ നിന്നും നാടിനെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യം. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക മേഖലയെ ഉദ്ധരിക്കുന്നതിനും ഊന്നൽ നൽകുന്നതാകും ഈ പദ്ധതിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ കേരളം പിന്നോട്ടു പോയത് തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു ദൗത്യമാണ് കോൺഗ്രസും UDFും ഏറ്റെടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘപരിവാറിന്റെ അതേ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. 4 വോട്ടിന് വേണ്ടി CPIM കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കുകയാണ്. വർഗീയ ശക്തികളുമായി കോംപ്രമൈസ് ചെയ്യാൻ UDFിനെ കിട്ടില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. മന്ത്രി സജി ചെറിയാനെ പോലെയുള്ള പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നത് ജനാധിപത്യത്തിന് നാണക്കേടാണ്. മതേതര കേരളം ഇത്തരത്തിലുള്ള വിഭജന രാഷ്ട്രീയത്തെ തള്ളിക്കളയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി വിജയനോ VD സതീശനോ ഇവിടെ അധികകാലം ഉണ്ടാകില്ലെന്നും എന്നാൽ അടുത്ത തലമുറയ്ക്ക് ഈ മണ്ണിൽ ജീവിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അവരെ മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഏത് വില കൊടുത്തും തടയണം. വർഗീയത പറയുന്നവരോട് ഇങ്ങോട്ട് വരേണ്ട എന്ന് പറയാനുള്ള ആർജവം ഓരോ മലയാളിയും കാണിക്കണം. ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകുകയാണ് UDF ചെയ്യുന്നത്. മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു നീക്കവും കേരളത്തിൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം മുതലക്കുളത്ത് പ്രഖ്യാപിച്ചു. CPIMനുള്ളിലെ അഴിമതിയെക്കുറിച്ചും ഫണ്ട് തട്ടിപ്പിനെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിച്ച നേതാക്കൾക്കെതിരെ നടപടിയില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു. രക്തസാക്ഷികളുടെ പേരിൽ പിരിക്കുന്ന പണം പോലും നേതാക്കൾ സ്വന്തം പോക്കറ്റിലാക്കുകയാണ്. കൊച്ചിയിൽ അഭിമന്യുവിന്റെ ഫണ്ട് അടിച്ചുമാറ്റിയതും തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ കുടുംബത്തിനായി പിരിച്ച തുകയിൽ ക്രമക്കേട് നടത്തിയതും അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്വന്തം രക്തസാക്ഷിയുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി CPIM മാറിയിരിക്കുകയാണെന്ന് സതീശൻ പരിഹസിച്ചു. മുൻപ് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന പലരും ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത് ആശ്വാസകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ സഹയാത്രികരെ കണ്ടാൽ അവരെ ചേർത്ത് പിടിക്കണം. കാരണം ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ UDF പ്രവർത്തകരെക്കാൾ വാശി ഇപ്പോൾ അവർക്കാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നു. പുതിയ യാത്രയിലൂടെ ജനങ്ങൾ നൽകുന്ന പിന്തുണ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വലിയ മാറ്റത്തിന്റെ സൂചനയാണെന്നും സതീശൻ പറഞ്ഞു. കോഴിക്കോട്ടെ ആവേശകരമായ സ്വീകരണം UDF പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ യാത്ര തെക്കൻ കേരളത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി തുറന്നു കാട്ടിക്കൊണ്ട് കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനത്തോടെയാണ് VD സതീശൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ.